മുണ്ടയ്ക്കൽ ഭാഗത്ത് കൊല്ലത്ത് കാണിച്ചതിൻ്റെ തൊട്ടടുത്താണ് പന്മന, അതായത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം വരുന്ന ആ ഭാഗം. ആ ഭാഗത്ത് നമ്മളവിടെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി നോക്കണം. കരിമണൽ ഖനനം, അവിടെ അശാസ്ത്രീയമായ കരിമണൽ ഖനനം കൊണ്ട് ആ തീരം മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ക്ഷേത്രം മാത്രം ഇരിക്കുന്ന ഭാഗം മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് കടലിലേക്ക് തള്ളി നിൽക്കുകയാണ്. എത്ര കാലം ആ ക്ഷേത്രത്തിൻ്റെ ഭാഗം ആ കടലിനെ പ്രതിരോധത്തിൽ നിന്നും ആ ക്ഷേത്രത്തിനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗോകുൽ, കോഴിക്കോട് നിന്ന് സംസാരിച്ച ജനം ടി വിയുടെ കറസ്പോണ്ടൻസ് ഗോകുൽ പറഞ്ഞു 100 മീറ്റർ അവിടെ തീരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ 100 മീറ്റർ എന്ന് കേട്ടപ്പോൾ നമുക്കൊരു അതിശയം തോന്നിയെങ്കിലും നമ്മൾ ഹോസ്ദുർഗ് ഭാഗത്ത് പോവുകയാണെങ്കിൽ ഹോസ്ദുർഗ് ഭാഗത്തിൻ്റെ ഹോസ്ദുർഗിൽ ഒരു ഫിഷറീസ് ഹാർബറുണ്ട്. അതിൻ്റെ തെക്ക് ഭാഗം 1/2 കിലോമീറ്ററിലേറെ കടലെടുത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാനവിടെ പോയിട്ടുണ്ട്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് 2017-19 കാലഘട്ടത്തിൽ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയി നേരിട്ട് കണ്ടതാണ്. 1/2 കിലോമീറ്ററിൽ ഏറെ ദൂരം അവിടെ കടലെടുത്തു പോയിരിക്കുന്നു, കടൽ തീരത്തിന് മുറിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അത് നമ്മൾ കാണേണ്ടതാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ. ഈ പിന്നീട് കടൽ ഭിത്തി കെട്ടുന്നു. ഈ കടൽ ഭിത്തി കെട്ടി ഒരു ഭാഗം നമ്മൾ സംരക്ഷിച്ചാൽ കടൽ ഭിത്തി ഇല്ലാത്ത ഭാഗത്തെ തീരം വളരെ രൂക്ഷമായ രീതിയിൽ കടലാക്രമണത്തിന് പാത്രമാവുകയും അവിടെ ഏറ്റവും കൂടുതൽ തീരശോഷണത്തിന് പാത്രമാവുകയും ചെയ്യും. അവിടുത്തെ കര പെട്ടെന്ന് റോഡ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് മൊത്തം കേരള കടൽ തീരം മൊത്തം നമുക്ക് കരിങ്കല്ലിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമല്ല. മാത്രമല്ല, ആറാട്ടുപുഴ തീരത്ത് കടൽ ഭിത്തി കെട്ടിയതിന് ശേഷം ഇപ്പോൾ അവിടെ പോകുമ്പോൾ കടൽ ഭിത്തി ഇല്ല. കാരണം ഈ ഇട്ട കല്ലുകളെല്ലാം ഭൂമിയിലേക്ക് ആണ്ടുപോയി, മണ്ണിനടിയിലേക്ക് ആണ്ടുപോയി. അപ്പോൾ ഇതൊരു ശാശ്വത പരിഹാരമല്ല. ഇവിടെ ശാശ്വത പരിഹാരമുണ്ട്. എന്താണ് ശാശ്വത പരിഹാരം? ആർട്ടിഫിഷ്യൽ കോസ്റ്റൽ നറിഷ്മെൻറ്റ് നടത്തി, ആർട്ടിഫിഷ്യൽ ബീച്ച് നറിഷ്മെൻറ്റ് നടത്തി നമുക്ക് നഷ്ടപ്പെട്ട തീരം പുനർസൃഷ്ടിക്കാൻ നമ്മളൊരു ശ്രമം നടത്തണം. അതല്ലാതെ നമ്മൾ ജിയോ ബാഗും ജിയോ ട്യൂബും എല്ലാം ഇട്ട് നമ്മളെ തുക മുഴുവൻ പാവപ്പെട്ടവർ അടയ്ക്കുന്ന പാവപ്പെട്ട കയ്യിൽ നിന്ന് വാങ്ങുന്ന നികുതി പണം നഷ്ടപ്പെടുത്തരുതേ എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളൂ.